വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊന്റിഫിക്കേറ്റ് ആരംഭിച്ചിട്ട് അധികം നാളുകളായില്ല, മാസങ്ങൾ 2 കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം നടത്തിയ ആദ്യകാല പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയാഭിലാഷങ്ങൾ അവതരിപ്പിക്കുന്ന സന്ദേശങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് വത്തിക്കാനിലേക്കുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളോട് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗമാണ്. വത്തിക്കാൻ എല്ലാ രാജ്യങ്ങളുമായി ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പയുടെ വാക്ക് കടമെടുത്താൽ പാലമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അത് നടക്കുന്നത് മുഖ്യമായും ഓരോ രാഷ്ട്രത്തിൻ്റെയും ഈ നയതന്ത്ര പ്രതിനിധികളിലൂടെയാണ്. മാർപ്പാപ്പ അവരോട് 3 വാക്കുകൾ അനിവാര്യമായ വാക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു, ചിന്തയ്ക്ക് വെച്ചു. അതിൽ ഒന്നാമത്തേതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്, സമാധാനം. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണത്. ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായി തന്നെയുള്ളൊരു പ്രവണതയാണ് മറ്റുള്ളവരോട് സംഘർഷത്തിൽ പോകാനുള്ള സാധ്യത. അത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ബോധപൂർവം നമ്മൾ പരിശ്രമിച്ചാലേ ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മതങ്ങളുടെ സംഭാവന. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന്, പ്യൂരിഫിക്കേഷന് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നത് മതങ്ങളാണ്. അതുകൊണ്ട് മതസ്വാതന്ത്ര്യം ലോകത്തെല്ലായിടത്തും നിലനിൽക്കണമെന്ന കാര്യം, അത് സമാധാന സംസ്ഥാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം പരിശുദ്ധ പിതാവ് ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചു. അത് മനുഷ്യന് നൽകപ്പെടുന്ന ഒരു ദാനമാണ്. ആ ദാനം ഈ ലോകത്ത് നടപ്പാക്കുന്നതിന് നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി സമാധാനമുണ്ടാക്കുന്നതിന് ആയുധങ്ങളുടെ, മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ഉപകരണങ്ങളായ യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ നിയന്ത്രണം ആവശ്യമുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. UNO പോലുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളെയും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും നേരായ വഴിയെ പോകുന്നതിനും സഹായിക്കുന്ന പ്രസ്ഥാനമാണത്. അവരുടെ ഒരു വലിയ ഉദ്യമമാണ്, വലിയൊരു ശ്രമമായിരിക്കേണ്ടതാണ് ഈ കാര്യം എന്നത് മാർപ്പാപ്പ തൻ്റെ ഈ പ്രസംഗത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങളോട്, പ്രതിനിധികളോട് സംസാരിക്കുകയുണ്ടായി. നമുക്ക് 2ാമത്തെ പദത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. 2ാമത്തെ പദം പരിശുദ്ധ പിതാവ് പറയുകയാണ്. 2ാമത്തെ പദം നീതിയാണ്. ലോകത്ത് നീതി ഉണ്ടാവുക, എല്ലാവരും നീതിപൂർവം ജീവിക്കാൻ ഇടയാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, നീതിപൂർവം പ്രവർത്തിക്കേണ്ടതുണ്ട്. നീതി മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞു. ആ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. എൻ്റെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി ചിന്തിച്ചത് ലയോ 13 മാർപ്പാപ്പയാണ് എന്ന് പാപ്പ വീണ്ടും ഇവരോട് പറഞ്ഞു. റേരിൻ നോവാരും, നവീന വ്യവസ്ഥിതി, പുതിയ കാര്യങ്ങൾ എന്ന തരത്തിൽ ആദ്യത്തെ മഹത്തായ സാമൂഹിക ചാക്രിക ലേഖനത്തിൻ്റെ പാപ്പായാണ് ലയോ 13. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ചിന്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പേര് സ്വീകരിച്ചത്. ഈ യുഗമാറ്റത്തിൻ്റെ കാലത്ത് നിരവധി അസന്തുലിതാവസ്ഥകൾക്കും അനീതികൾക്കും മുമ്പിൽ സ്വരം കേൾപ്പിക്കുന്നതിൽ പരിശുദ്ധ സിംഹാസനത്തിന് പരാജയപ്പെടാനാകില്ല എന്ന് മാർപ്പാപ്പ പറയുക. എന്ന് പറഞ്ഞാൽ സാമൂഹിക നീതിക്ക് വേണ്ടി, സംഘർഷങ്ങളുടെ മുമ്പിൽ സമാധാനത്തിന് വേണ്ടി
അനീതിക്ക് മുമ്പിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന ബോധ്യത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊഴിലിടങ്ങളിലെ അനർഘമായ സാഹചര്യങ്ങൾ മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. 13 ലിയോൺ മാർപ്പാപ്പയുടെ കാലത്ത് തൊഴിൽ രംഗത്താണ് വലിയ അസമത്വങ്ങൾ നിലനിന്നത്. സമൂഹങ്ങളിലെ സംഘർഷിതബാധിതവും വിഘടിതവുമായ അവസ്ഥകൾ ഇതെല്ലാം ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്ന് മാർപ്പാപ്പ നിരീക്ഷിക്കുകയാണ്. ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും വ്യക്തിഗത സമൂഹങ്ങളെപ്പോലും ആഴത്തിൽ വിഭജിക്കുന്ന ആഗോള അസമത്വങ്ങൾ, തുല്യതയില്ലായ്മ, അമിത സമ്പത്തും അതിദാരിദ്ര്യവും അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെയും അവസ്ഥ. അപ്പോൾ ഈ പറയുന്ന അസമത്വങ്ങൾ മറികടക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു എന്ന് മാർപ്പാപ്പ ഈ നയതന്ത്ര പ്രതിനിധികളോട് പറയുകയാണ്. സൗഹാർദ്ദപരവും സമാധാനപരവുമായ സിവിൽ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് ഭരണ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടാകണം, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടാകണം. അത് കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണ നേതൃത്വങ്ങളാണ്. തങ്ങളുടേതായ ഐഡിയോളജി കാരണം ഈ സമാധാനം നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് എന്നത് ദുഃഖകരമാണ്. മാർപ്പാപ്പ പറയുകയാണ്, കുടുംബങ്ങളിൽ ഇത് സാധ്യമാക്കിക്കൊണ്ട് നമുക്കിത് നേടിയെടുക്കാനാവൂ. സമാധാനപരമായ ഒരു ലോകം നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് കുടുംബങ്ങളിൽ തുടങ്ങിക്കൊണ്ടാണ്. അത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഉറച്ച അടിത്തറയിൽ സ്ഥാപിതമാണ്. കുടുംബങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നാണ്. അത് തോന്നുമ്പോൾ ഇട്ടേച്ചു പോകുന്ന, വേർതിരിക്കുന്ന, ഒഴിവാക്കുന്ന, അതിൽ നിന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിൽ സമാധാനമുണ്ടാകില്ല, നീതി ഉണ്ടാകില്ല എന്ന് മാർപ്പാപ്പ തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ അതിന് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അടിയുറച്ച അടിത്തറയിൽ വേണം അത് സ്ഥാപിക്കാൻ. ചെറുതെങ്കിലും എല്ലാ സിവിൽ സമൂഹങ്ങൾക്കും മുന്നോടിയായ യഥാർത്ഥമായ സമൂഹമാണ് കുടുംബങ്ങൾ. ഇത് സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ ആദ്യകാലം മുതൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. ലോകം സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കും പോകുന്നതിനുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ കുടുംബങ്ങൾ നേരെയാവുക എന്നതാണ്. കുടുംബങ്ങളിൽ സ്നേഹവും ദൃഢതയും വിശ്വസ്തതയും നീതിയും ഉണ്ടാകണം. അത് ലയോ 13 മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനം റേരും നോവാരും 9-ാം നമ്പറിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. 1891 അത് എഴുതിയത്. മെയ് മാസം 15-ാം തീയതിയാണ് കൃത്യമായി പറഞ്ഞാൽ ആ ചാക്രിയ ലേഖനം എഴുതുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്തുമാത്രം ചാക്രിയ ലേഖനങ്ങളാണ് സഭ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുടുംബത്തിൻ്റെ പ്രാധാന്യം എത്ര പ്രാവശ്യമാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു പുരുഷനിലും ഒരു സ്ത്രീയിലും അധിഷ്ഠിതമാണ്. മരണം വരെ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. കർത്താവും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സമാധാനത്തിനാവശ്യമായ വ്യവസ്ഥയാണിത്. ഇതിനും പുറമെ മാർപ്പാപ്പ പറയുകയാണ്, എല്ലാ വ്യക്തികളുടെയും അന്തസ്സ് ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിൽ ഒരാൾ പോലും ഒഴിവാക്കപ്പെടാൻ പാടില്ല. എല്ലാ മനുഷ്യരുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം, അംഗീകരിക്കണം. അതാണ് പ്രധാനം. പ്രത്യേകിച്ചും പലപ്പോഴും ഈ അന്തസ്സ് നഷ്ടപ്പെടുന്ന ആർക്കാണ്? ദുർബലരുടെയാണ്. അതീവ ദുർബലരുടെ അന്തസ്സ് പരിഗണിക്കപ്പെടുന്നില്ല. അജാത ശിശുക്കളുടെ, ജനിക്കാത്ത കുഞ്ഞുങ്ങൾ, അവയെ കൊന്നുകളയുന്ന അബോർഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കറിയാം വലിയ അനീതിയാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു മനസാക്ഷിക്കടിയും കൂടാതെ അങ്ങനെ ചെയ്യുന്നുണ്ട്. വയോധികരും രോഗികളും തൊഴിൽ രഹിതരും പൗരന്മാരും
കുടിയേറ്റക്കാരുമായവരുടെയും കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അന്തസ്സ് അവരുടേത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ആദരിക്കപ്പെടുന്നില്ല. മാർപ്പാപ്പയുടെ വാക്ക് വളരെ ശക്തമാണ്. അപ്പോൾ എല്ലാ വ്യക്തികളുടെയും അന്തസ്സ് ഉറപ്പാക്കാനുള്ള പരിശ്രമം വേണം. അതിനുവേണ്ടി നിലകൊണ്ട മാർപ്പാപ്പയാണ് ലയോ 13. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ലയോ 14 ഈ കാര്യം ഇന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കുടിയേറ്റം തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു കുടിയേറ്റ വംശജൻ്റെ കഥയാണ് എൻ്റേത് എന്ന് മാർപ്പാപ്പ വീണ്ടും പറയുകയാണ്. കുടിയേറ്റം തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു കുടിയേറ്റ വംശജൻ്റെ കഥയാണ്. നാം എല്ലാം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ ഈ രാജ്യങ്ങൾ ബന്ധത്തിലാണ് അവരുടെ കുടുംബ വഴികൾ നിൽക്കുന്നത്. അമേരിക്കയിലേക്ക് കുടിയേറി അവിടെയാണ് ജീവിച്ചത്. താൻ പ്രവർത്തിക്കേണ്ടി വന്നത് വീണ്ടും നമുക്കറിയാം പെറുവിലാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും ആദ്യകാലത്തും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിലുമെല്ലാം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പ അത് വളരെ സത്യസന്ധമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നാം എല്ലാവരും ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ആരോഗ്യവാനോ രോഗിയോ തൊഴിലുള്ളവനോ തൊഴിൽ രഹിതനോ ആയി ജന്മദേശത്തോ വിദേശത്തോ ജീവിക്കുന്ന ആളായിരിക്കാം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഒന്നിലോ ജന്മദേശത്തായിരിക്കും, അല്ല വിദേശത്തായിരിക്കും. നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഇന്ന് പിള്ളേർ മുഴുവനും വിദേശത്തേക്ക് പോവുകയാണ്. പഠിക്കുന്നതിനും ജോലി തേടുന്നതിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കരസ്ഥമാക്കുന്നതിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളെപ്പറ്റി എല്ലാം പഠനങ്ങൾ അവിടെ ഇവിടെയെല്ലാം നടക്കുന്നുണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. എന്നാൽ നമ്മുടെ എല്ലാം അന്തസ്സ്, നമ്മളെവിടെയാണെങ്കിലും, ഈ രാജ്യത്താണെങ്കിലും വിദേശത്താണെങ്കിലും, മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ എല്ലാം അന്തസ്സ് എന്നും മാറ്റമില്ലാതെ തുടരുന്നു. അത് ദൈവം ഇച്ഛിച്ച കാര്യമാണ്, ദൈവം സ്നേഹിച്ച കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഇച്ഛിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത സൃഷ്ടിയുടെ അന്തസ്സാണത്. അത് എല്ലാ മനുഷ്യൻ്റെയും അന്തസ്സാണ്. ഇത് ഉയർത്തിപ്പിടിക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നീതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത്. നീതി ഉണ്ടാകണം. സാമൂഹിക നീതിയെപ്പറ്റിയുള്ള പ്രബോധനങ്ങൾ, അതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വാക്കിനെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞത് ഈ പ്രസംഗത്തിൽ. അത് വളരെ ശ്രദ്ധാപരമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് വിശദീകരണവും പഠനവും ആവശ്യമുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിക്കേണ്ടതുമാണ്. തുടർന്ന് മാർപ്പാപ്പ മൂന്നാമത്തെ പദം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രങ്ങളോട്, രാഷ്ട്രപ്രതിനിധികളോട് അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധികളോട് സംസാരിക്കുകയാണ്. സത്യമാണ് വാക്ക്. അപ്പോൾ സമാധാനം ആദ്യത്തെ വാക്ക്, നീതി രണ്ടാമത്തെ വാക്ക്, മാർപ്പാപ്പ മൂന്നാമത്തെ വാക്ക് പറയുകയാണ് സത്യം. സമൂഹങ്ങളിലെല്ലാം നിഴലിക്കേണ്ട കാര്യങ്ങളാണിത്. ഇതാണ് മനുഷ്യജീവിതം സുഗമമാക്കുന്നത്, സന്തോഷപ്രദമാക്കുന്നത്. സമാധാനമുള്ളൊരു ലോകം, നീതിയുള്ളൊരു ലോകം, സത്യമുള്ളൊരു ലോകം. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളിൽ സത്യമില്ലാതെ ശരിക്കും സമാധാനപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുകയില്ല. അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളിൽ, അപ്പം എല്ലാ രാഷ്ട്രങ്ങളൂടെ പരിഗണിക്കുമ്പോൾ അവിടെ ശരിക്കും സമാധാനപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ സത്യം വേണം. അതാണ് മാർപ്പാപ്പ ആദ്യമേ പറയുന്നത്. വാക്കുകൾ അവ്യക്തമായതും, വ്യക്തതയില്ലാത്ത വാക്കുകൾ, ചാഞ്ചല്യമുള്ളതും വ്യംഗ്യാർത്ഥ ദ്യോതകവുമാകുമ്പോഴും യാഥാർത്ഥ്യമെന്ന ധാരണ മാറ്റിവെച്ച് വെർച്വൽ എന്ന് പറയാം, അയഥാർത്ഥമായ, യാഥാർത്ഥ്യത്തിലില്ല, ലോകമുണ്ടാക്കുമ്പോഴും അത് നിയന്ത്രിക്കപ്പെടാതിരിക്കുമ്പോഴും ആധികാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നത് വിഷമകരമായി തീരുന്നു എന്ന് പാപ്പ പറയുകയാണ്. അല്പം നീണ്ട ഒരു വചനമാണിത്, നമുക്കത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. വാക്കുകൾ അവ്യക്തമായാൽ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ വചനം ഞാൻ ഓർക്കും എപ്പോഴും, നിൻ്റെ വാക്ക് അതെ അതെ, അല്ല അല്ല എന്നായിരിക്കട്ടെ, വ്യക്തമായിരിക്കട്ടെ.
അവ്യക്തമാകരുത്, ചാഞ്ചല്യമുള്ളതാകരുത്, മാറി മാറി പറയരുത് വാക്കുകൾ. അത് പ്രധാനപ്പെട്ടതാണ്. അതിനെ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ടല്ലോ. അതുപോലെ വ്യംഗ്യാർത്ഥ ദ്യോതകമാകരുത്. നമ്മൾ യാഥാർത്ഥ്യമെന്ന ധാരണയെ മാറ്റിമറിച്ച്, അത് മാറ്റിമറിക്കും യാഥാർത്ഥ്യത്തെ. പിന്നെ എന്താണ് വെർച്വലായിട്ടുള്ള, ഇന്ന് വെർച്വൽ ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയാറുണ്ട്. അയഥാർത്ഥമായ ഒരു ലോകം ഉണ്ടാക്കുമ്പോഴും അത് നിയന്ത്രിക്കപ്പെടാതിരിക്കുമ്പോഴും, കാരണം ഇത് അതിനെ വേണ്ട രീതിയിൽ നമ്മൾ നിയന്ത്രിക്കുന്നില്ല, അത് ഇഷ്ടം പോലെ കടന്നു പോവുകയാണ്. വാക്കുകൾ ഇന്ന് മീഡിയ വഴി, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എത്രയോ വലിയ വ്യക്തതയില്ലാത്ത വാക്കുകൾ, അയഥാർത്ഥമായ വാക്കുകളാണ് പ്രചരിക്കപ്പെടുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയുള്ളിടത്ത് ആധികാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുക ബുദ്ധിമുട്ടാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ആശയവിനിമയത്തിൻ്റെ വസ്തുനിഷ്ഠതയും ഒബ്ജക്റ്റിവിറ്റിയും യഥാർത്ഥവുമായ പരിസരം, റിയലായിട്ടുള്ള ആ പരിസരം ഇവിടെ ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് ആശയവിനിമയം നടക്കുന്നത് ശരിയായ രീതിയിലാണ്. മനുഷ്യൻ ഇവിടെ കാപട്യത്തോടെ സംസാരിച്ചാൽ, സത്യം പറയാതിരുന്നാൽ നമുക്കറിയാം കാര്യങ്ങൾ നന്നായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാർപ്പാപ്പ സത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. മാനവരാശിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും സത്യം സംസാരിക്കുന്നതിൽ നിന്ന് സഭയ്ക്ക് ഒഴിഞ്ഞു നിൽക്കാനാകില്ല എന്ന് തറപ്പിച്ച് മാർപ്പാപ്പ പറയുകയാണ്, വ്യക്തമായി പറയുകയാണ്. മാനവരാശിയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് സത്യം സംസാരിക്കുന്നു. സത്യം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എങ്കിലും പറയുമെന്നാണ് മാർപ്പാപ്പ തുടർന്ന് പറയുന്നത്. സ്വാഭാവികമായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും, അതാണ് പറഞ്ഞത്, തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. ആവശ്യം വന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത വിധത്തിൽ സഭയ്ക്ക് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് സത്യത്തിൻ്റെ വക്താവാണ് സഭ. അതാണ് സഭ അഭിമാനം കൊള്ളുന്ന കാര്യം. സത്യം നമ്മളെ ഓർമ്മിപ്പിച്ചത് കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം സത്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞത് കർത്താവാണ്. അതുകൊണ്ട് സത്യം പറയുന്നതിൽ ഒരിക്കലും പുറകോട്ട് പോകില്ല, വിട്ടുവീഴ്ചയില്ല എന്ന് പറയുകയാണ് മാർപ്പാപ്പ. എന്നാൽ ഉടനെ പറയുന്നു, സത്യം ഒരിക്കലും ഉപവിയിൽ നിന്നും മാറ്റി നിർത്താവുന്നതല്ല. സത്യവും സ്നേഹവും, ഉപവി സ്നേഹവും ഒന്നിച്ചേ പോവുകയുള്ളൂ. എന്നാൽ സത്യം ഒരിക്കലും ഉപവിയിൽ നിന്നും മാറ്റി നിർത്താവുന്നതല്ല. അതാണ് പ്രധാനം. ഓരോ മനുഷ്യൻ്റെയും നന്മയെയും ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണിത്. അതാണ് ഓരോ മനുഷ്യൻ്റെയും. അതിലുപരി ക്രൈസ്തവ കാഴ്ചപ്പാടിൽ സത്യമെന്നാൽ അമൂർത്തമായ, ജീവൻ നഷ്ടപ്പെട്ട തത്വങ്ങളെ ഉറപ്പിച്ചു പറയലല്ല. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. സത്യം പഴയ കാര്യങ്ങൾ അതേപടി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ചില അമൂർത്തമായ തത്വങ്ങൾ പറയുന്നതല്ല, അതിന് ജീവനില്ലാത്ത തത്വങ്ങൾ, ഇന്ന് പ്രസക്തമല്ലാത്ത തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല എന്ന് പറയുകയാണ്. സത്യമാണ്. അത് വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യേ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവുമായുള്ള കണ്ടുമുട്ടലാണ്. അതാണ് സത്യമെന്ന് പറയുന്നത്. സത്യം അതിനാൽ വിഭജനമുണ്ടാക്കുന്നില്ല. സത്യം ഒന്നേ ഉള്ളൂ, സത്യം വിഭജിപ്പിക്കുന്നതല്ല. മാർപ്പാപ്പ പറയുകയാണ്, കുടിയേറ്റം, നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികമായ ഉപയോഗം, പ്രിയപ്പെട്ട ഭൂമിയുടെ സംരക്ഷണം തുടങ്ങിയ നമ്മുടെ കാലത്തിൻ്റെ വെല്ലുവിളികളെ ദൃഢനിശ്ചയത്തോടെ നേരിടാൻ അത് നമ്മെ പര്യാപ്തമാക്കുന്നു. സത്യമാണ് അത് നമ്മളെ അതിനുവേണ്ടി നിലകൊള്ളാൻ പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ 3 കാര്യങ്ങൾ എടുത്തു പറയാണ്. കുടിയേറ്റം, കുടിയേറ്റക്കാരോടുള്ള സമീപനം നമ്മൾ സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ അന്തസ്സ്, മനുഷ്യന് നീതി, മനുഷ്യൻ്റെ പുരോഗതി, ഇതിനൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ്. നിർമ്മിത ബുദ്ധിയിലുള്ള ധാർമ്മികമായ ഉപയോഗം, നിർമ്മിത ബുദ്ധി എന്തും ചെയ്യാനുള്ള, ഏത് രീതിയിലും പോകാനുള്ള, ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിൽ പോകാനുള്ള കാര്യമല്ല. അതിനെ ധാർമ്മികമായി ഉപയോഗിക്കണം എന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അവിടെയൊക്കെ ശക്തമായ വാക്കുകൾ സത്യം പറയേണ്ടി വരും സഭയ്ക്ക് എന്ന് സൂചിപ്പിക്കുകയാണ്.
പ്രിയപ്പെട്ട ഭൂമിയുടെ സംരക്ഷണം, പരിസ്ഥിതി, നമുക്കറിയാം ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നാളെക്കുറിച്ചുള്ളൊരു ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ കാലത്തിൻ്റെ വെല്ലുവിളികളെ ദൃഢനിശ്ചയത്തോടെ നേരിടാൻ അത് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ആർക്കും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്തതിനാൽ മാർപ്പാപ്പ പറയുകയാണ്, എല്ലാവരുടെയും ഭാഗത്തു നിന്ന് പ്രതിജ്ഞാബദ്ധതയും സഹകരണവും ആവശ്യമുള്ള വെല്ലുവിളികളാണിവ. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് സഭയ്ക്ക് തന്നെയോ ഒരു വ്യക്തിക്കോ ഒരു രാജ്യത്തിനോ തന്നെ നടക്കില്ല. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്, പ്രതിജ്ഞാബദ്ധത വേണം, സഹകരണം വേണം എന്ന് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയ നയതന്ത്ര പ്രതിനിധികളെ, അവസാനിപ്പിക്കുകയാണ് മാർപ്പാപ്പ അവരോടുള്ള സന്ദേശം. എൻ്റെ ശുശ്രൂഷാ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് ജൂബിലി വർഷത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നമുക്കറിയാം 2025 ജൂബിലി വർഷമാണ്, അതിൻ്റെ ഹൃദയഭാഗത്താണ്. അത് പ്രത്യേകമായ പ്രത്യാശയ്ക്ക് സമർപ്പിതമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണല്ലോ അതിൻ്റെ മുദ്രാവാക്യം. നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർക്കണം, പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. ഇത് പരിവർത്തനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സമയമാണ്. എല്ലാറ്റിനും ഉപരി സംഘർഷങ്ങളെ പിന്നിലെ ഉപേക്ഷിച്ച് പുതിയ പാത തിരഞ്ഞെടുക്കാനും ആത്മവിശ്വാസത്തോടെ ഒരുമിച്ച് പോകാനുമുള്ള ഒരു സമയമാണ് എന്ന് മാർപ്പാപ്പ അവരോട് പറയാണ്. എല്ലാ രാഷ്ട്രങ്ങളോടും പറയുന്ന വാക്കാണിത്. ഓരോരുത്തരും അവരവരുടെ തന്നെ സൂക്ഷ്മമായ സംവേദനക്ഷമതയും ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള സമയമാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളോട്, അതിൻ്റെ പ്രതിനിധികളാണല്ലോ, വത്തിക്കാൻ്റെ പ്രതിനിധികളാണ് അവരോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് സത്യം, നീതി, സമാധാനം എന്നിവയിൽ അധിഷ്ഠിതമായ ആധികാരിക ജീവിതം നയിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കാം. അതാണ് ആഹ്വാനം. അങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പാപ്പ തറപ്പിച്ചു തന്നെയാണ് അവരോട് പറയുന്നത്. ഇത് തന്നെ ആയിരിക്കട്ടെ എല്ലായിടത്തും സംഭവിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അധികം യാതന അനുഭവിക്കേണ്ടി വന്ന, പ്രത്യേകിച്ച് ഇവിടെ മാർപ്പാപ്പ എടുത്തു പറഞ്ഞു, യുക്രൈൻ, വിശുദ്ധ നാട്, നമുക്കറിയാം പാലസ്തീൻ, അവിടെയാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്, എന്നിവയാകട്ടെ ഇതിൻ്റെ തുടക്ക സ്ഥാനങ്ങൾ. അവിടെ സമാധാനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്നും മാർപ്പാപ്പ പ്രത്യാശിക്കുകയാണ്. മാർപ്പാപ്പ എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്കും ജനതയ്ക്കും, എല്ലാ ജനതയ്ക്കും ഓരോരുത്തരോടും പറയുകയായിരുന്നു, അവരുടെ ജനതയ്ക്കും ഞാൻ എൻ്റെ അനുഗ്രഹാശിസ്സുകൾ നേരുന്നു. നിങ്ങൾക്ക് നന്ദി, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി. ലോകത്തെ കൂടുതൽ സമാധാനപൂർണ്ണമാക്കാൻ പരിശ്രമിക്കാം. ഇതാണ് ആഹ്വാനം. നമുക്കറിയാം, സുന്ദരമായ ലോകത്തോടുള്ള ഒരു സന്ദേശമാണ് മാർപ്പാപ്പ ഇതുവഴി നടത്തിയിരിക്കുന്നത്. അതിന് എല്ലാ ആളുകളും, നമ്മളും ആത്മാർത്ഥമായി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഇത് കൊണ്ടു നടക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പാപ്പായുടെ മറ്റൊരു എപ്പിസോഡുമായി, മറ്റൊരു സന്ദേശവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. ദൈവത്തിന് മഹത്വം.